ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കാർത്തികയുമായുള്ള കല്യാണം സത്യഭാമ ഉറപ്പിക്കുകയാണല്ലോ. ആ കല്യാണം എങ്ങനെയാണ് ഇനി മുടങ്ങുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. ഈ കല്യാണം മുടങ്ങുന്നതിനോട് കൂടി തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇനി അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് വിഷ്ണു പറയുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ കൂടിയിട്ടുള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ കാർത്തികയുമായുള്ള കല്യാണം സത്യഭാമ ഉറപ്പിക്കുകയാണ്. അതിനുശേഷം ഇവിടെ രാഘവൻ വരുന്നുണ്ട്. രാഘവൻ്റെ അടുത്ത് ഇങ്ങനെ ഗോപാലൻ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ മകള് ഭാര്യയായിരിക്കെ, നിയമപരമായി ഭാര്യയായിരിക്കെ വേറൊരു വിവാഹം നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സത്യഭാമ പറയും, ആർക്ക് വേണം നിങ്ങളുടെ ആ ഒരു സമ്മതം, അതൊന്നും ഇവിടെ ആവശ്യമില്ല എന്നിങ്ങനെ സത്യഭാമ പറയാണ്. അപ്പോൾ ഈ സമയം ഞാൻ നിയമപരമായി ആണെങ്കിൽ നിയമപരമായി പോകും, അത് തീർച്ചയുള്ള കാര്യമാണ്. അത് എൻ്റെ മകൾ തടസ്സം നിന്നാൽ ഇനി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മകളുടെ ജീവിതം ഇഞ്ചിഞ്ചായി കൊല്ലാൻ പറ്റില്ല. വല്ലവർക്കും ഉണ്ടായ കുട്ടിയെ ചുമക്കേണ്ട ആവശ്യം എൻ്റെ മകനും ഇല്ല എന്ന് സത്യഭാമ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നൊരു വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. അവിടെയും വിഷ്ണു മൗനം പാലിക്കുകയാണ്. ഈ മൗനമായതുകൊണ്ട് തന്നെ ശാലിനിക്ക് ശബ്ദിക്കാനാവാതെ ശാലിനി നിൽക്കണം കേട്ടോ. അങ്ങനെ പിന്നീട് കോടതി കൂട്ടിൽ ഈ ഒരു ചോദ്യവും കേസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ കേസും കാര്യങ്ങളും കൂട്ടങ്ങളൊക്കെ നടക്കുകയാണ്. അതിലൊക്കെ ശാലിനിക്കാണ് വിജയം കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഇങ്ങനെ കോടതിയിലൊക്കെ ഈ കേസ് എത്തണമല്ലോ. പിന്നീട് സത്യഭാമ ഒന്നും നോക്കില്ല, നമുക്ക് ഈ കല്യാണം നടത്തണം, ഇന്ന് നമ്മുടെ മകൻ്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ പറയാണ്, ഭാമേ നീ അതിരുവിട്ട കളിയാണ് കളിക്കുന്നത്. ശാലിനി ഒരു കലക്ടറാണ്, അത് നീ ചിന്തിക്കണം. പക്ഷെ അവൾ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ കാണുന്നത് കൊണ്ടാണ് അഴി എണ്ണിക്കാത്തത്. അതിനുള്ളൊരു അവസരം നീ ഉണ്ടാക്കണ്ട എന്ന് പലതവണകളായി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ സത്യഭാമ അത് എതിർക്കുകയാണ്. എന്നാൽ കാർത്തികയോട് ശാലിനി പറയുന്നുണ്ട്, കാർത്തികയെ ഇത് നിന്നോട് ലാസ്റ്റ് വാണിംഗ് ആണ്. ഈ വിവാഹത്തിൽ നിന്നും നീ പിന്തിരിഞ്ഞാൽ നിനക്ക് നന്ന്, അല്ല എങ്കിൽ നീ അഴി എണ്ണേണ്ടി വരും. നീ ആ ആളെ പറ്റിച്ചതുപോലെ വിവാഹ മണ്ഡപത്തിൽ നിൻ്റെ അച്ഛനമ്മമാർ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചതുപോലെ നീ ഇവിടെ എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് നടക്കില്ല എന്ന് പറയുമ്പോൾ കാർത്തിക വെല്ലുവിളിക്കുകയാണ്, നീ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിഷ്ണുവിനെ ഞാൻ സ്വന്തമാക്കുവടി. അപ്പം മധുശ്രീയുമായുള്ള നിൻ്റെ ഈ കൂട്ടുകെട്ടുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിൽ നീ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാർത്തിക ഒഴിവാവുന്നില്ല. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ഒന്നും ഇടുന്നില്ല. ഈ വിഷ്ണുവേട്ടൻ്റെ മൗനം കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നെന്ന് ശ്യാമയും ശാലിനിയും കൂടി പരസ്പരം പറയാണ്. അപ്പോൾ ശ്യാമ പറയണേ, എന്താണെങ്കിലും അവളൊരു ഫ്രോഡാണ്, വിഷ്ണുവേട്ട അവളെ കല്യാണം കഴിച്ചില്ല എന്നുള്ള സത്യങ്ങളൊക്കെ കുഞ്ഞിച്ച് തെളിയിച്ചു. പക്ഷേ അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. എന്നാൽ വിഷ്ണുവേട്ടനാണെങ്കിൽ ഇവിടെ മൗനം പാലിച്ചിരിക്കുന്നത് എന്താണ്? വിഷ്ണുവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായും സത്യാമ്മ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. അപ്പോൾ ശാലിനി പറയണത് അതൊരിക്കലും ഉണ്ടാവില്ല, എന്നോടുള്ള പക വീട്ടാൻ വിഷ്ണുവേട്ടനെ ഇഷ്ടമില്ലാത്തൊരു നാടകത്തിന് വേണ്ടിയാണ് ഈ കല്യാണം കഴിച്ചതെന്നൊക്കെ അറിയുമ്പോൾ, കല്യാണം കഴിച്ചതല്ല അങ്ങനെ താലി കെട്ടി വന്നതെങ്കിലും അതൊക്കെ അറിഞ്ഞാലും ഇവിടെ സത്യാമ്മ എനിക്കെതിരെ നിൽക്കില്ല, എന്നെ പൂട്ടാനുള്ള വഴിയെ നോക്കുള്ളൂ. വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം കിട്ടണമെന്നൊന്നും സത്യാമ്മക്കില്ല, എന്നോടുള്ള വൈരാഗ്യം തീർക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഇനി വഴി എന്ന് ചോദിക്കണം. നാളെ വിവാഹം നടക്കല്ലേ, എന്താ ഇനിയിപ്പോൾ വഴി എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഈശ്വര വല്ലാത്തൊരു മാരണത്തെയാണല്ലോ ഞാനെടുത്ത് തലയിൽ വെച്ചത്, ഇതിപ്പോൾ എനിക്ക് പുറത്തോട്ട് അങ്ങ് കളയാനും വയ്യ, സത്യങ്ങൾ വിളിച്ചു പറയാനും വയ്യ, വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഞാൻ ആയിരിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി വിവാഹത്തിൻ്റെ ആ ചടങ്ങുകൾ നടക്കണം. സത്യാമ്മയാണെങ്കിലോ എല്ലാ ഇതിൽ നിന്നും വിജയിച്ച് ഈ കാർത്തികയും വിഷ്ണുമായി ഒരുമിപ്പിക്കുന്ന ആ മുഹൂർത്തം ആലിച്ച് സത്യാമ്മക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെ കാർത്തികക്ക് നല്ല ആഡംബര വസ്തുക്കളൊക്കെ ഇങ്ങനെ സത്യാമ്മ എടുത്തു കൊടുക്കുകയാണ്. ശാലിനിയെ കാണിച്ച് പലതും കൊടുക്കുന്നുണ്ട്, ഇത് എൻ്റെ മരുമകൾക്കാണ്, നീ ഇവിടുത്തെ ഒരു സത്യഭാമയാണ്, നീതിയും ന്യായമൊക്കെ നടപ്പാക്കുന്ന നാടിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യഭാമയാണ്, എൻ്റെ തൊഴിൽ നിനക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഘവനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, നിൻ്റെ തൊഴിൽ നിനക്ക് തന്നെ ചെയ്തോ എന്ന് പറയണേ. എന്നാൽ ഈ സമയം ശാലിനി അനുപല്ലവിയെ വിളിക്കുകയാണ്, അതുപോലെ തന്നെ കമലിനെയും വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ജയശങ്കറിനെ വിളിക്കണം, ജയശങ്കറിനെ വിളിച്ച് സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ നോക്കണം. ജയശങ്കറിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയണേ. പക്ഷേ ജയശങ്കറിനാണെങ്കിലോ മധുശ്രീ പണം എറിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജയശങ്കർ വാക്ക് മാറ്റില്ല. ഞാൻ പറഞ്ഞ കാർത്തിക ഇതല്ല എന്നുള്ള ആ തീരുമാനം ഇങ്ങനെ എടുക്കുകയാണ്. പിന്നീട് ജയശങ്കറിനെ ഇങ്ങനെ ശാലിനി ആരും അറിയാതെ പോലീസിൻ്റെ ആ ഒരു ഇത് വെച്ച് ശാലിനി അഴി എണ്ണിപ്പിക്കുന്ന വിധത്തിലുള്ള
അടിയും ചൂട് പിടിപ്പിക്കലും ഒക്കെ അങ്ങ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ജയശങ്കർ സത്യങ്ങൾ പറയാണ്, ഈ കാർത്തികയ്ക്ക് എന്നെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഞാനിവിടെ ഇനി എങ്ങനെ വെളിപ്പെടുത്തിയാലും നിങ്ങളുടെ സത്യാമ്മ ഇതിൽ വിശ്വസിക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് ശാലിനിക്കും തോന്നുകയാണ്. മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാൻ ഇനി വന്ന് പറയില്ല. അവളെ ഇഷ്ടപ്പെടുന്ന ഒരു ഹർഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതെന്ന് പറയണേ. ഇത് കേൾക്കുന്ന ശാലിനി പിന്നീട് അച്ഛനെയും അമ്മയും തിരഞ്ഞു പോവാണ്. അതായത് ഈ കാർത്തികയുടെ അച്ഛനെയും അമ്മയും തിരഞ്ഞു പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ജയശങ്കർ പറഞ്ഞ കഥ തന്നെയാണ് അവർക്കും പറയാനുള്ളത് കേട്ടോ. എൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ടും അവനൊരു മയക്കുമരുന്നിന് അടിമയാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഏത് ജീവിതമാണ് ഇഷ്ടമെങ്കിൽ ആ ജീവിതത്തിൽ അവൾ മുന്നോട്ട് പോയിക്കോട്ടെ, എൻ്റെ മകളെ ഞങ്ങൾക്ക് മുന്നിൽ കണ്ടാൽ മതി, കിട്ടിയാൽ മതി എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി പറയുന്നത്, നിങ്ങളുടെ മകളുണ്ട്, നിങ്ങളുടെ മകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാം, പക്ഷേ നിങ്ങളുടെ മകൾ ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അത് കേൾക്കുന്ന കാർത്തികയുടെ അമ്മ പറയണേ, എൻ്റെ മകൾ അങ്ങനെ ആരുടെയും ജീവിതത്തിൽ കൈയിട്ട് വാരുന്ന അത്രയും ദുഷ്ടയായ ഒരു സ്ത്രീയൊന്നല്ല, അവളുടെ പേടി കൊണ്ടാണ് അവൾ നിൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കുന്നത്, അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വിവാഹം കഴിച്ചതെന്ന കഥയൊക്കെ നീ പറഞ്ഞല്ലോ, പക്ഷെ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണേ. ഇതേ സമയം അവൾ ജീവന് തുല്യം പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഹർഷൻ. അവൻ UK അവിടെ എവിടെ പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം പിന്നീട് ഈ ഹർഷനെ തേടി കണ്ടെത്തണം എന്നുള്ള ഒരു തീരുമാനം അനുപല്ലവിയോട് ഇങ്ങനെ ശാലിനി ഉത്തരവിടുകയാണ്. അപ്പോൾ ആരും അറിയാതെ ഹർഷൻ്റെ ഫോട്ടോ ഒക്കെ സംഘടിപ്പിക്കുകയാണ്. പിന്നീട് ഹർഷനും ഈ പറയുന്ന കാർത്തികയുമായുള്ള ഒരുപാട് ഫോട്ടോസുകൾ കിട്ടുകയാണ്. അങ്ങനെ ഹർഷനാണെങ്കിലോ UK നിന്ന് നാട്ടിലെത്താണ്. നാട്ടിലെത്തുമ്പോൾ തൻ്റെ ഭാര്യ, തൻ്റെ കാമുകി ആ നാട് വിട്ടു പോയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. പിന്നീട് ഈ നാട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സത്യങ്ങളൊക്കെ ഹർഷൻ അറിയാണ്. അങ്ങനെ ഹർഷൻ വന്നു വിടുന്നത് ശാലിനിയുടെ മുന്നിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ശാലിനിയോട് പറയാണ്, എനിക്ക് കളക്ടറുടെ മുന്നിൽ ഒരു കേസും ഒരു പരാതിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യയെ എനിക്ക് എൻ്റെ ഭാര്യയാവാൻ പോകുന്ന, ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ എനിക്ക് കിട്ടണം. അപ്പോൾ ആരാണ് അവൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക എന്നാണ്. ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശാലിനിക്ക് പറയാൻ വാക്കുകളില്ല. വിവാഹത്തിൻ്റെ അന്നാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ആ ഫോട്ടോ കയ്യിലുണ്ട് എന്ന് പറയട്ടാ. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ കാർത്തികയാണ് കേട്ടോ. കാർത്തികയെ കാണുന്ന ശാലിനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതേസമയം അനുപല്ലവി മേഡത്തിൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഉടൻ തന്നെ എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിന്നെ ഈ തീരുമാനമെടുക്കണം. ഇതേസമയം കല്യാണത്തിന് ശാലിനി വരാൻ പാടില്ല എന്ന് സത്യഭാമ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഒരിക്കലും കല്യാണത്തിന് നീ വരരുതെന്ന തീരുമാനം സത്യഭാമ എടുക്കുകയാണ്. അങ്ങനെ സത്യഭാമയുടെ മുന്നിലോട്ട് ഈ ഹർഷനുമായി ഇനി അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാലും സത്യഭാമ കാണാൻ സമ്മതിക്കില്ല. വിവാഹം കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കാർത്തികയുമായുള്ള ഒരു സംസാരത്തിനോ കാർത്തികയെ അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവരാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആ ഒരു ഇതിൽ ആവാണ്. ഇതേ സമയം കാർത്തികയുടെ ഫോൺ നമ്പർ ശാലിനി സംഘടിപ്പിക്കുകയാണ്. കാർത്തിക ആണെങ്കിലോ എല്ലാം നേടിയെടുത്തു. തനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഭർത്താവ് അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളെ തൻ്റെ ഭർത്താവ് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിലും നല്ലത് അതാണ്. കാരണം ഈ ജയശങ്കറിനെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഇവനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് റാണിയെ പോലെ സത്യാമയായി ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഈ കണ്ണാടിയുടെ മുന്നിൽ തൻ്റെ മനസ്സാക്ഷിയോട് ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ട്, അതൊക്കെ ഞാൻ വിട്ടിട്ട് ഒരൊറ്റടിക്ക് കഥ പറയാൻ കേട്ടോ. അങ്ങനെ കാർത്തിക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ശാലിനിയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ കാർത്തിക് ഫോൺ എടുക്കുകയാണ്. എന്താ നീ ഈ സമയം എന്നെ ഇതിൽ നിന്ന് പിരിക്കാനാണ്? അപ്പോൾ വീഡിയോ കോളിലാണ് വിളിക്കുന്നത്. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഈ മുഹൂർത്ത സമയത്താണെങ്കിലും എൻ്റെ വിഷ്ണുവേട്ടൻ എൻ്റേത് തന്നെ. ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം വരെ വേറൊരു പെണ്ണിനും സ്ഥാനം ഉണ്ടാവില്ല. അതെല്ലാവരേക്കാൾ കൂടുതൽ നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം വെളിപ്പെടുത്തുകയാണ്. നിനക്കൊരിക്കലും എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ പ്രണയിച്ചത് ആ രീതിയിലാണ്. നീ നിൻ്റെ ഹർഷനെ പ്രണയിച്ചതുപോലെ ആണെങ്കിൽ നിനക്ക് വേറൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ നിൻ്റെ ഹർഷനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിയുമോ എന്ന് പറഞ്ഞിട്ട് ഹർഷനെ അങ്ങ് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി കാർത്തിക അങ്ങ് പൊട്ടിക്കരയാണ്. ഈശ്വര, എൻ്റെ ഹർഷനല്ലേ ആ നിൽക്കുന്നത്? ഹർഷൻ നീ എവിടെയാണ്? നീ
ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ഇതിലോട്ട് കല്യാണത്തിലോട്ട് മുന്നിറങ്ങിയത്. നീ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയണേ, എന്തായാലും നീ ഒരു പ്രണയത്തിന് യഥാർത്ഥ സ്നേഹിച്ച ഒരു പെണ്ണാണെങ്കിൽ വേറൊരു പുരുഷനെ നീ സ്വന്തമാക്കണമെന്ന് തീരുമാനിക്കില്ല എന്ന് ഹർഷന് മുന്നിൽ വെച്ച് ശാലിനി പറയുമ്പോൾ, എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ജയശങ്കറുമായി ഈ വീട്ടിൽ നിന്ന് സത്യാമ്മ അടിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു ജീവിതമില്ല. എനിക്ക് ജീവിതത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്കൊരു അഭയമില്ല. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എനിക്കറിയില്ല. എൻ്റെ അച്ഛനമ്മമാരുടെ വാശിയാണ്, അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഹർഷൻ പറയാണ്, കാർത്തിക നിന്നെ എനിക്ക് കാണണം, നേരിൽ കാണണം എന്ന് പറയാണ്. ഇതേ സമയം ശാലിനി, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, നീ എന്നോട് ക്ഷമിക്കണം, എനിക്കെൻ്റെ ഹർഷം മതി, ഒരിക്കലും നിൻ്റെ വിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ തന്നെ നിൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിക്കോളൂ. ഞാൻ ഈ വിവാഹ മണ്ഡപത്തിൽ നിന്നും സത്യാമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിറങ്ങുക എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ, അതൊന്നും വേണ്ട, നീ ഇവിടെ ശ്യാമ അവിടെ വരും, ശ്യാമ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് പറയണേട്ട. അങ്ങനെ ഈ വിവാഹം സത്യഭാമക്ക് മുന്നിൽ ശാലിനി വന്ന് മുടക്കുമ്പോൾ വിഷ്ണു തൻ്റെ അമ്മയുടെ മുഖത്തടിച്ച്, അതായത് കാർത്തിക അവിടുന്ന് ഒളിച്ചോടിപ്പോവും. പിന്നീട് വിഷ്ണുവിൻ്റെ മുന്നിൽ പോലീസുമായി വന്ന് ശാലിനി കാര്യങ്ങളൊക്കെ ജയശങ്കറിനെയും കൂട്ടി വന്ന് പറയാണ്. കാർത്തികയുടെ അച്ഛനമ്മയും കൂട്ടി പറയുമ്പോൾ സത്യഭാമയെ കബളിപ്പിക്കുകയായിരുന്നു എന്ന സത്യം സത്യഭാമ തിരിച്ചറിയണം. ഈ സമയം സത്യഭാമയോട് രാഘവൻ പറയും, നിൻ്റെ മുൻശുണ്ടി അതാണ് ഈ ജീവിതം നിന്നെ ഈ അവസ്ഥയിൽ എത്തിയത്, നിൻ്റെ മക്കളുടെ ജീവിതം എല്ലാം നീ തകർത്തിരിക്കുന്നു ഭാമേ, അതുകൊണ്ട് ഇപ്പോഴും നിന്നെ കമിളി പറ്റി, ഈ സമയം നിൻ്റെ മരുമകളായ ശാലിനിയാണ് നിന്നെ രക്ഷിക്കാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കാര്യങ്ങൾ തൻ്റെ അമ്മക്ക് മുന്നിൽ വെളിപ്പെടുത്താണ് കേട്ടോ. മധുശ്രീ എന്ന രാക്ഷസിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാർത്തിക മരണത്തിലോട്ട് പോകുമ്പോൾ അവളെ കൈപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവളെ എനിക്ക് തിരിച്ചടിയാവുന്ന ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിലോട്ട് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അമ്മയെ ഈ ശാലിനി പറയുന്നതെല്ലാം സത്യമാണ്. ഇനി എനിക്ക് അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ ഭാര്യയാണ്. ഈ സമയത്തും എന്നെ രക്ഷിക്കാനായി എൻ്റെ ഭാര്യയാണ് എത്തിയതെന്ന് പറഞ്ഞ് സത്യഭാമക്ക് മുന്നിൽ വെച്ച് വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു രംഗമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അടുത്ത് വരാനുള്ളത് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ റീമേക്കിലുണ്ട്. ഇപ്പോൾ ഈ രാഘവൻ വന്ന് ചോദിക്കുന്നതും അങ്ങനെയുള്ളതൊന്നും അവിടെ ഇല്ല, അത് ഈ മലയാളത്തിലുള്ളൂ. അപ്പോൾ എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഡെയിലി പ്രൊമോ പറയാത്തത് കേട്ടോ.